ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുഞ്ഞോടെ കായലിൻ്റെ അടുത്താണ്. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുകയാണ് വരണമെന്ന്. അപ്പോൾ ഇവിടുത്തെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ചെറിയ പാലത്തിലൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആലപ്പുഴയുടെ ചെറിയൊരു ബ്യൂട്ടി നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലത്തിൻ്റെ മുകളിൽ കയറുന്നത്. ഞാൻ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടാണ് കയറിയതെന്ന് വെച്ചാൽ സേഫ് ആണോ എന്ന് നോക്കിയിട്ടാണ് കയറിയത്. ഇവിടെ നിന്ന് നന്നായിട്ട് ബോട്ടൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് പുന്നമട കായൽ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള പാലമാണ്. പിന്നെ ഈ സമയത്ത്, ഈ മഴ സമയത്ത് ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. ഈ വെള്ളത്തിൻ്റെ ഈ ബോട്ടൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ അതിൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയൊരു പാലമാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത്. ഇതിനകത്ത് കയറുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ബോട്ടും ആ ഒരു കായലിൻ്റെ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇനി ഒരു സ്റ്റെപ്പും കൂടെ, ഒരു ഇതും കൂടെ കയറാനുണ്ട്. എന്നാലും നമുക്ക് നന്നായിട്ട് അത് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ സൂക്ഷിച്ച് വേണം കയറാൻ. കാരണം അവിടെ എല്ലാം പൊട്ടിയൊക്കെ കിടപ്പുണ്ട്. പിന്നെ വെള്ളവും തെന്നലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കയറാൻ. ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഇതിനകത്ത് കയറുന്നത്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പാലത്തിൻ്റെ മുകളിൽ കയറുന്നത്. ഞാൻ പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറി ഇതിൻ്റെ ആ ഒരു ഭംഗി ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം ഇതിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ നല്ലതുപോലെ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. വെള്ളവും പിന്നെ അടുത്തുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളും ബോട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് പുന്നമട കായലിൻ്റെ ലേക്ക് പോയിൻറ്റ്. അപ്പോൾ ഞാൻ സെൽഫിയൊക്കെ എടുക്കുകയാണ് ഇവിടുന്ന്, ഫ്രണ്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. നല്ല ഭംഗിയാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ലേക്ക് പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ ഹൗസ് ബോട്ടുകളും പാർക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ മഴക്കാലം അതൊക്കെ ഉണ്ട്, ടൂറിസ്റ്റൊക്കെ കുറച്ച് കുറവാണ്. ഒട്ടുമിക്ക ഹൗസ് ബോട്ടുകളൊക്കെ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നല്ല രസമുണ്ട് ഇവിടെ വന്ന് കാണാനൊക്കെ. ഇവിടെ നമുക്ക് വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ട്. നമുക്കിവിടെ വന്നിരുന്ന് ഈ കായലൊക്കെ വന്നിട്ട് ആസ്വദിക്കാൻ നമുക്ക് പറ്റും. അപ്പം നമുക്ക് ഇനി കുറച്ചങ്ങോട്ട് നടക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വഴിയിൽ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഇവിടെ ആ ലേക്ക് പോയിൻ്റ് അവിടെ എത്തിയപ്പോഴാണ് ഈ ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഞാനവിടെ ചോദിച്ച് ഈ വഴി പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് കയറിയിരിക്കുന്നത്. ഇവിടെ മൊത്തവും ഹൗസ് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചങ്ങ് നടക്കാം. പിന്നെ ഇവിടെ കൂടെ നടക്കാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് പിള്ളേർ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടലാണ്, റംദ ഹോട്ടൽ എന്നാണ് പറയുന്നത്. ഇനിയും കുറച്ചും കൂടെ ഒക്കെ നടക്കാനുണ്ട്. അപ്പം നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് അങ്ങനെ ഇത്ര ഇതായിട്ടൊന്നും ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടില്ല. ഇവിടെ ഒരുപാട് ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് ടൂറിസങ്ങളൊക്കെ വളരെ മടുപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒട്ടുമിക്ക ഹൗസ് ബോട്ടുകളും പാർക്ക് ചെയ്തിരിക്കുകയാണ്. ചില ആളുകൾ അത് വർക്ക് ചെയ്യിപ്പിച്ച് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഉള്ള ഓട്ടങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇവിടെ കൂടെ നടക്കുമ്പം സൂക്ഷിച്ച് നടക്കണം. കാരണം എന്ന് വെച്ചാൽ വെള്ളവും ചെളിയും പായലും തെന്നും പോകും. അതുകൊണ്ട് സൂക്ഷിക്കണം. തെന്നിയാൽ തൊട്ടടുത്ത് കായലാണ്. അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് നടക്കാം.
അപ്പം ഒരു ഹൗസ് ബോട്ട് പോകുന്നത് കൊണ്ട് ഞാനിങ്ങനെ കാണാൻ രസമുണ്ട് അത് പോകുന്നത് കാണാൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയൊരു യാത്ര ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത ദിവസം വരാം. അപ്പം അതുവരെയും ബായ്, സബ്സ്ക്രൈബ്.